മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ മെസ്സിഹ അല്ലെങ്കിൽ ജീസസ് ട്രെയിലറിൽ പറഞ്ഞ പോലെ തന്നെ യാഥാർത്ഥ്യമാണ് guys ഈ ഒരു സിനിമ ഡെഡ്പൂൾ ആൻഡ് ദി വോൾവറിൻ. കോമിക് പുസ്തകങ്ങളിലും കാർട്ടൂണുകളിലും കണ്ട് മാത്രം സുപരിചിതമുള്ള ആ ഒരു സ്റ്റോറി, ആ ഒരു ഈ സാധനം അവർ യാഥാർത്ഥ്യമാക്കി. എങ്ങനെ എൻ്റെ മാതാവേ, പടത്തിൽ തുടക്കം മുതൽ അവസാനം വരെ കോമഡിയുടെ ഒരു ജഗജില്ല. അതിനേക്കാൾ അപ്പുറമാണ് ക്യാമിയോ, ഹമ്മൂസും മയണൈസും കുബൂസും. ഒരു ലോഡെന്ന് പറഞ്ഞ ഒരു ലോഡ് എണ്ണിയാ തീരുകയാണ്. അത്ര മാത്രം ക്യാമിയോകൾ. കണ്ണ് കൂർപ്പിച്ച് നിന്നിരുന്നത് സ്റ്റാൻലി എവിടെ കയറ്റി വെക്കുമെന്നുമാരുള്ളതാണ്. ഇവർ നടത്തുന്ന ഒരു ഫൈറ്റിൽ ഒരു ബസ്സിൽ ഒരു ലോണ്ടറി സർവീസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാൻലിയുടെ ഒരു പടം കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. രക്ഷപ്പടം ആയല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ക്യാമിയോ എൻ്റെ പൊന്നോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആൾക്കാരൊക്കെ ഇതിൽ കയറി വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നമ്മൾ വിചാരിക്കുക ടോണി സ്റ്റാർക്കും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും ആൻഡ്മാനും ഇവന്മാരൊക്കെ ആയിരിക്കും വരാമെന്നുള്ളതാണ്. ബട്ട് നോ, അവർക്കൊന്നും പ്രത്യേകിച്ച് റോളേ ഇല്ല ഈ ഒരു സിനിമയിൽ. ഇത് ടോട്ടലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഡെഡ്പൂളും വോൾവറിനാണ്. ആൻഡ് ദ മെയിൻ വില്ലത്തി മൊട്ടച്ചി എന്ന് പറഞ്ഞ ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, കക്ഷി. ആ കക്ഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അടാറ് സൂപ്പർ പവർ കക്ഷിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താ പറയുക, ഷീസ് ദി ആൽഫ. അവൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. പിന്നെ ഒരു വില്ലനുണ്ട് ഈ കൂട്ടത്തിൽ, ടി വിനെ ഇങ്ങനെ ചതിക്കുന്ന ഒരു കക്ഷി. അത് എനിക്ക് തീരെ പിടിച്ചില്ല. അത്ര വലിയ പവർഫുൾ ഒന്നുമല്ല കക്ഷി. ആ കക്ഷീനെ വില്ലനായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ സംശയമാണ് ക്ലൈമാക്സ് എത്തുമ്പോൾ. പിന്നെ ഈ ഒരു കഥ നടക്കുന്നത് ഒരു ഡിഫറെൻറ്റ് ഭൂമിയിലാണ്. ലൈക്ക് അവെഞ്ചേഴ്സ് ജീവനോടെയുള്ള ഒരു ഭൂമിയിലാണ് കഥ നടക്കുന്നത്. അവെഞ്ചേഴ്സിനൊരു ഗ്ലിംസ് ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ ഇതിൽ ഹാപ്പി എന്ന് പറയുന്ന ക്യാരക്ടറുടെ ഒരു സംഭാഷണത്തിൽ വ്യക്തമാവുകയാണ് ആ ഒരു ഭൂമിയിൽ അവെഞ്ചേഴ്സ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. സോ ലൈക്ക് ആൻഡ് ഈ ഒരു സിനിമ നടക്കുന്നത് ഈ ഒരു കഥ നടക്കുന്നത് നമ്മുടെ ലോക്കി TV എടുത്തതിന് ശേഷം ഉള്ള ഒരു കഥയാണ്. സോ പ്രതീക്ഷിച്ച പോലെ അല്ല കഥ ആയിരുന്നത്. എൻ്റെ ഉള്ളിൽ ഒരു ഊഹം ഉണ്ടായിരുന്നു കഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോവുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും വില്ലൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അത്. ഇത് ടോട്ടലി ഡിഫറെൻറ്റ്. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കഥ പോയത്. അതുകൊണ്ട് തന്നെ സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തന്നെയായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്യാമിയോ റോളുകളുടെ ഇൻവോൾവ്മെൻറ്റ് തുടക്കം മുതൽ അവസാനം വരെ. ആൻഡ് PG റേറ്റിംഗ് ഐ ഡോണ്ട് നോ എത്ര കൊടുത്തിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇറ്റ്സ് എ ഡെഡ്പൂൾ മൂവി. സോ അതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ദേ വിൽ ബി സ്വെറിങ് വെരി മച്ച് തുടക്കം മുതൽ അവസാനം വരെ ഇഷ്ടം പോലെ. സോ കുട്ടികൾക്ക് കുട്ടി കാണാൻ പറ്റാൻ പോകുമെന്നുള്ളത് ദിസ് ഇസ് ദി ഇയർ 2024. അങ്ങനത്തെ റേറ്റിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. സോ ഗൈസ്, നിങ്ങളൊരു മാർവൽ ഫാനാണ്, ഇതുവരെയുള്ള ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റിലീസായിട്ടുള്ള ആ ഒരു എപ്പിസോഡുകൾ ഷീഹൾക്കും മറ്റേതും മറിച്ചതും കണ്ട് മനസ്സ് മടുത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണണം. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും മാർവലിൽ ഇപ്പോഴും ജീവൻ ബാക്കിയുണ്ട്, ചത്തിട്ടില്ല എന്നുള്ളത്. ആൻഡ് ക്യാമിയോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൽ ഡെഡ്പൂള് ഡിസ്നി സ്റ്റുഡിയോസ്, മാവൽസിന്, പിന്നെ ഫോക്സ് സ്റ്റുഡിയോസ്, ഈ മൂന്നെണ്ണത്തിനെ ഇട്ടിട്ട് കൈയിട്ട് വാരുന്നുണ്ട്. ഇഷ്ടം പോലെ ഇട്ട് വാരുന്നുണ്ട്. അവരുടെ ക്യാരക്ടേഴ്സിനെടുത്ത് വാരുന്നുണ്ട്. ഇഷ്ടം പോലെ. ആൻഡ് ക്ലൈമാക്സിൽ ഇഷ്ടം പോലെ ഡെഡ്പൂളന്മാർ വരുന്ന ഒരു സീനുണ്ട്. ചെറിയ കൊച്ചു ഡെഡ്പൂൾ, വയസ്സായ ഡെഡ്പൂൾ, ലേഡി ഡെഡ്പൂൾ, അടാറായിട്ടായിരുന്നു എൻ്റെ കക്ഷി. പിന്നെ ഒരു പറക്കുന്ന ഡെഡ്പൂൾ, മുഖംമൂടി വെക്കാത്തൊരു ഡെഡ്പൂൾ, ഒരു ലോഡ് ഐറ്റംസ്. ആൻഡ് വോൾവറിൻ ഓൾസോ കക്ഷിയുടെ പല വേർഷൻസ് കാണിക്കുന്നുണ്ട്. ചെറിയ വോൾവറിൻ, പ്രായമായ വോൾവറിൻ, ആൻഡ് ഹെൻറി കാവിൽ വോൾവറിനായിട്ട് നിൽക്കുന്ന ഒരു വോൾവറിനെ കാണിക്കുന്നുണ്ട്. അത് അടിപൊളി സാധനം. എന്താ പറയുക, ഒരു ഹിൻ്റാണ് തരുന്നത്. ലൈക്ക് ഹ്യൂജ് ജാക്സ്മാൻ മാറി നിൽക്കുകയാണെങ്കിൽ ദ നെക്സ്റ്റ് വൺ കുഡ് ബി ദിസ് ഗായ് എന്ന രീതിയിൽ. ലൈക്ക് ആ ഒരു റോളിൽ നിൽക്കുന്ന ഒരു സീൻ കണ്ടപ്പോൾ തന്നെ ഓഡിയൻസ് വാസ് ലൈക്ക് വാവ്. ആൻഡ് ഒരുപാട് നോൺ മാർവൽ മൂവീസിനെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. ഒരു റെഫറൻസ് പോലെ കൊടുക്കുന്നുണ്ടായിരുന്നു. ചിലത് എനിക്ക് മനസ്സിലായില്ല, കാരണം ആ സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഓഡിയൻസിൽ കൂടെ ചിരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ആ കൂട്ടത്തിൽ ചിരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചമ്മിപ്പോയ പോലെ ആവുമല്ലോ. സോ അതുപോലെ ചില റെഫറൻസൊക്കെ ഉണ്ടാവും. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ
മാർവൽ അറിയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണം കേട്ടാ. കാരണം ഇതിൽ കൂടുതൽ കോമഡീസാണ് പറയുന്നത്, കാണിക്കല്ല ചെയ്യുന്നത്, കോമഡി പറയുകയാണ് ചെയ്യുന്നത്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. അതില്ലാതെ ഈ പണം പോയി കണ്ടിട്ട് നിങ്ങൾ വേട്ട് എന്താണ് ചെയ്യും, എന്താണ് നടക്കുന്നത് വെച്ചിട്ട്. സോ ഗൈസ്, ഓവറോൾ ദ മൂവി ഈസ് എ വെരി മസ്റ്റ് വാച്ച്. തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് ഓൾസോ വെരി വെരി ഗുഡ്. ആൻഡ് ഡീമെറിറ്റ് സിനിമയുടെ എന്താ പറയുക, ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഇതിൻ്റെ കഥയായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ പൂക്കൊക്കെ കണ്ടിട്ട് എങ്ങോട്ടൊക്കെ പോണത് കണ്ടിട്ട് വി വർ ലൈക്ക് അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. സ്ക്രിപ്റ്റ് റൈറ്റർ സമ്മതിക്കണം ഇവനെങ്ങനെ എഴുതി എടുപ്പിക്കും ഒരു കഥ എന്നുള്ളത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ബ്ലേഡ് ഉണ്ട്, എലക്ട്ര ഉണ്ട്, കുറേ അമ്മമാരുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പേരറിയാത്ത ഒരു ചീട്ടിട്ടിട്ട് ഇങ്ങനെ എറിയുന്ന ഒരു പച്ച കളർ ഐറ്റം. ആ കക്ഷി വന്നപ്പോൾ ഓഡിയൻസ് നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കക്ഷിയെ മനസ്സിലായില്ല. വലിയ കഥാപാത്രമാണ്. ബ്ലേഡിലെ ആ ഒരു യൂണിവേഴ്സിൽ വരുന്ന കക്ഷിയാണ്. എന്തോ ഗിബ്രീഷ് എന്തോ ആയിരുന്നു കക്ഷിയുടെ പേര്, എനിക്ക് മനസ്സിലായില്ല കക്ഷിൻ്റെ. സോ ഗൈസ്, ദിസ് മൂവി ഇസ് വെരി വെരി മസ്റ്റ് വാച്ച്. മിസ്സാക്കരുത് നിങ്ങൾ മാർവൽ ഫാനാണെങ്കിൽ. ആൻഡ് DC കോമിക്സിനെ നടത്തുന്ന മൂവിനെ കുറിച്ചിട്ടൊരു വ്യക്തത ഐ ഡോണ്ട് റിമെമ്പർ. ലൈക്ക് അവർ മറക്കേണ്ടതായിരുന്നു ഈ വർഷത്തിൽ അവസാനം ഒരു മൂവി ഉണ്ടായിരുന്നു. ലൈക്ക് ആ ഫോർ ദ നെയിം എന്തോ സൂപ്പർമാനൊക്കെ അടുത്ത കൊല്ലത്തേക്ക് അങ്ങനെ എന്തോ ആണ് വച്ചിരിക്കുന്നത്. സോ യെസ്, ജോക്കർ ഇറങ്ങുന്നുണ്ട്. ജോക്കർ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ബാറ്റ്മാൻ ഇസ് ഗോണ ബി ഇൻവോൾവ്. ലൈക്ക് ജോക്കറിനെ കുറിച്ചിട്ടാണ് പടം സംസാരം. ജോക്കർ ആൻഡ് ഹാർലി ക്വീൻ. സോ ആ പടത്തിൽ അത്ര വലിയ സൂപ്പർ ഹീറോ ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഇറ്റ്സ് മോർ അബൌട്ട് ജോക്കർ ആൻഡ് ഹാർലി, അവരുടെ ബന്ധങ്ങളുമായിട്ട്. അത് ഐ തിങ്ക് ദാറ്റ്സ് റിലീസിങ് നെക്സ്റ്റ് മന്ത് ഓർ സംതിങ്. യെസ്, ഐ ഗെസ്. സോ ഗൈസ്, വോൾവറിൻ ആൻഡ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കാണാൻ മറക്കണ്ട. ഇറ്റ്സ് ഡെഫിനറ്റ്ലി മച്ച് വാച്ച്. ഐ ലൈക്ക് ദ മൂവി വെരി വെരി മച്ച്. ഇഷ്ടംപോലെ ചിരിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നു, ചിരിച്ചു. ആൻഡ് ഐ എൻജോയ്ഡ് ദ മൂവി അലോട്ട് ആസ് യൂഷ്വൽ. ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല. അത്ര മാത്രമേ ഉണ്ട്. കുറേ ഉണ്ട്. ക്യാമിയോക്ക് ഇത് വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. കാരണം എനിക്ക് അവസാനിപ്പിക്കേണ്ടി വരും. കാരണം ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടം പോലെ ഉണ്ട്. ആ ഒരു വൈഡിലേക്ക് ഈ രണ്ടുപേരും കൂടി താഴ്ന്ന് വീഴുമ്പോൾ ഒരുപാട് ക്യാമിയോസ് ഇവർ വരുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് സീക്വൻസിലും മെറ്റയിലും മറിച്ചതിലും. ഓ മൈ ഗോഡ്. എൻ്റെ ക്ലൈമാക്സ് സീനിൽ വോൾവറിൻ ഡെഡ്പൂളുമാർക്ക് എതിരെ നടത്തുന്ന ഒരു യുദ്ധം, എന്നിട്ട് അതെങ്ങനെയാണ് പെട്ടെന്ന് നിൽക്കുന്നത്. ഒരു കക്ഷി വരുമ്പോഴാണ് ആ ഒരു യുദ്ധം, ഒരു ഫൈറ്റ് നിൽക്കുന്നത്. ആരാണ് കക്ഷി എന്നൊക്കെ ചിരിക്കാനുള്ള വകുപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട് കേസ്. ആൻഡ് ലോഗൻ സിനിമ റെഫറൻസ് ഉണ്ട്. ആ ഒരു യൂണിവേഴ്സ് ലോഗൻ മരിക്കുന്നു. സ്പോയിലേഴ്സ് ഗൈസ്, പടം സിനിമ കാണും. ഇത് എന്താ പറയുക, നിങ്ങൾ കഥ അറിഞ്ഞിട്ടും പോയി സിനിമ കണ്ടാൽ നിങ്ങൾ അപ്പോഴും യു വിൽ എൻജോയ്. അങ്ങനത്തെ ഒരു സിനിമ കണ്ടു ഒരു ഓളത്തിൽ നമ്മളെങ്ങനെ റിലാക്സ് ചെയ്ത് ചിരിപ്പിച്ച് കൊല്ലുന്ന ഒരു സിനിമ. ആൻഡ് യെസ്, പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് അത് പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും കാര്യമൊന്നുമില്ല. ലൈക്ക് ഇനി അടുത്ത പാർട്ട് ഇറങ്ങുമില്ല, ഇറ്റ്സ് ഒബ്വിയസ് അടുത്തൊരു പാർട്ട് അവർ എന്തായാലും ഇറക്കും എന്നുള്ളത്. പക്ഷെ അതിനെക്കുറിച്ചിട്ട് ഈ സിനിമ പ്രത്യേകിച്ച് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒന്നും സംസാരിക്കുന്നില്ല. ബട്ട് ഐ തിങ്ക് ദി ആർ പോയിൻറ്റിങ് ഔട്ട് ടു ഫാൻറ്റാസ്റ്റിക് ഫോർ. അതാണ് ഫീൽ ചെയ്തത്. അതൊക്കെ തന്നെയുള്ള കേസ്. നേരത്തെ പറഞ്ഞ പോലെ തുറന്നു കഴിഞ്ഞ് സിനിമയെ കുറിച്ചിട്ടുള്ള ഡെഡ്പൂൾ പോലെ ഞാനൊരു ചാറ്റർ ബോക്സായി മാറും. അപ്പോൾ ഗൈസ്, അടുത്ത മൂവി റിവ്യൂവിൽ കാണാം. വിച്ച് ഐ ഡോണ്ട് നോ. അടുത്ത പടം ഏതാണ് ക്യൂവിൽ നിൽക്കുന്നത് എനിക്ക് ഐ ഡോണ്ട് നോ. വിശേഷം എന്ന സിനിമ കണ്ടിട്ടില്ല, അത് കാണണം. ഒക്കെ അവിടെ പടം. അപ്പോൾ ഗൈസ്, അടുത്ത മൂവി റിവ്യൂവിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. അത്രയ്ക്ക് തന്നെ ഉള്ളോടെ കാണാം.